മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ്, അതുകൊണ്ട് ഞങ്ങൾ ചില കടുത്ത സംഗതികളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒക്കെ അത്തരം ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരം ആളുകളുടെ പങ്കെന്താണ് എന്ന് വളരെ ഭംഗ്യന്തരേണ സൂചിപ്പിച്ച സിനിമകളിലൊന്നായിരുന്നു എമ്പുരാനിലെ മുന്ന. അത്തരം മുന്നമാർ പ്രത്യക്ഷപ്പെടുമ്പോൾ നിരപരാധികളെ മനുഷ്യർ വികാരവൽക്കരിക്കപ്പെടും. സ്നേഹാദരങ്ങളോടെയുള്ള വികാരം ഒരു വശത്ത്, വിദ്വേഷം കൊണ്ടുള്ള വികാരത്തിൽ മറുവശത്തും ഒരു ശക്തി ഉണ്ടാവും. രണ്ട് ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സ്ഥിതിവിശേഷം വരും. അവിടെ ലക്ഷ്യം സാധ്യമാക്കാൻ എളുപ്പമാണ്. അത്തരമൊരു പരീക്ഷണമാണ് ബംഗാളിൽ പരാജയപ്പെട്ട ഹുമയൂൺ കബീർ പരീക്ഷണം. ഹുമയൂൺ കബീർ ഇലക്ഷന് തൊട്ട് മുമ്പ് പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിട്ട ആളാണ്. അങ്ങ് യു പിയിൽ തകർത്തടിച്ച ബാബറി മസ്ജിദ് പശ്ചിമ ബംഗാളിൽ അഭിമാനപൂർവ്വം ഞാൻ പുനഃസ്ഥാപിക്കും എന്നാണ് പ്രഖ്യാപനം. ഹേയ്, അത് ശരിയല്ല, അത് വിദ്വേഷത്തിനാണ്, വിഭജനത്തിനാണ്, വർഗീയവൽക്കരണത്തിനാണെന്ന് പറഞ്ഞാൽ ആവേശക്കമ്മിറ്റിക്കാരായ വിശ്വാസികളായ ആളുകൾ, നീ ആരടാ, എവിടെങ്കിലും ഉണ്ടാവട്ടാ ബാബറി മസ്ജിദ്, നീ കമ്മിയല്ലേ, കൊങ്ങിയല്ലേ, കിണ്ടിയല്ലേ, മൊന്തയല്ലേ എന്നും പറഞ്ഞ് കുറേ ആളുകൾ വന്ന് താഴെ പൂന്തു വിളയാടും. ഈ രാഷ്ട്രീയത്തിലൊക്കെ പല നിലപാടുകളും ശ്രദ്ധാപൂർവം സ്വീകരിക്കുമ്പോൾ പലരെയും തൂക്കിയെടുത്ത് നിലത്തടിക്കാറുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു കോംപ്രമൈസിങ് പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ വേറെ ചിലർ അവർ കോംപ്രമൈസിങ് പൊളിറ്റീഷ്യൻസാണ്, അവർക്ക് ഈമാനില്ല, യക്കീനില്ല, എന്നാലോ ചാമ്പി കൊടുക്കുന്നവർ, മൈക്കിന് മുന്നിൽ നിന്ന് അങ്ങോട്ട് ചാമ്പി വെച്ചു കൊടുക്കുന്നവർ, പത്രപ്രസ്താവനയിൽ അങ്ങോട്ട് ചാമ്പി കൊടുക്കുന്നവർ, പ്രസ് മീറ്റിൽ അങ്ങോട്ട് ചാമ്പി കൊടുക്കുന്നവർ, ഫേസ്ബുക്കിൽ അങ്ങോട്ട് ചാമ്പി എഴുതുന്നവർ, അവരൊക്കെ ബഹുമിടുക്കന്മാരും കേമന്മാരുമാണ്. അങ്ങനെ കേമത്തരത്തോടെ വന്നതാണ് ഹുമയൂൺ കബീർ. അവനെ എടുത്ത് തോളിൽ വെച്ചു അസദുദ്ദീൻ ഉവൈസി. അവരെ രണ്ടുപേരെയും തമ്മിൽ ചേർത്ത് വെച്ച ഒരു ഫാക്ടറുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വേണ്ട ഉപദേശങ്ങളും സംഗതികളുമൊക്കെ കൊടുക്കുന്നൊരു കോമൺ ഫാക്ടറുണ്ട്. ആ ഫാക്ടറിനോട്, നമ്മളിതൊക്കെ ചെയ്യിക്കുന്ന ആളിനോട് കൂലി ചോദിക്കുമല്ലോ. ഇപ്പോൾ രാവിലെ പണിക്കാരൻ വീട്ടിൽ വന്ന് അത് ചെയ്യടാ, മരം മുറിയടാ, ഇത് വെട്ടടാ എന്ന് പറഞ്ഞാൽ അവനതിൻ്റെ കൂലി കൊടുക്കണ്ടേ? ഹുമയൂൺ കബീർ അതിന് BJP-യോട് ചോദിച്ചത് 1000 കോടി രൂപയാണ്, 1000 crores. അത് ഹുമയൂൺ കബീർ തന്നെയാണ് വീഡിയോയിൽ പറഞ്ഞത്. എത്ര മനോഹരമായ പേരാണ് ഹുമയൂൺ കബീർ. ഹാവൂ, പണിയാൻ പോകുന്നത് എന്താണ്? ബാബരി മസ്ജിദ്. യാ അല്ലാഹ്, പണിയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? ഈമാൻ, യഖീൻ, ബദർ യുദ്ധം. അവസാനം തൃണമൂലുകാർ ആ വീഡിയോ പുറത്തുവിട്ടു. പിന്നെ ചങ്കാണെന്ന് അസദുദ്ദീൻ ഉവൈസിക്ക് പറയാൻ പറ്റില്ല, പുള്ളി പിന്മാറി. പക്ഷേ ഹുമയൂൺ കബീർ ഇപ്പോഴും തുടരുന്നുണ്ട്. ഹുമയൂൺ കബീറിൻ്റെ തൊട്ടു പിന്നിൽ ദേ ഈ ചിത്രത്തിൽ കാണുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സംരക്ഷണമാണ്. ഹുമയൂൺ കബീറിന് അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് വേണ്ട സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി. നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശൻ സാറിന് കേന്ദ്രസേനയുടെ സംരക്ഷണം, അതുപോലെ ഹുമയൂൺ കബീറിന്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട വിത്താണ്, മുതലാണ്, അതങ്ങനൊന്നും ആക്രമിക്കപ്പെടരുത്, അത് നിലനിൽക്കണം. അതാണ് അതിൻ്റെ സന്ദേശം. രാഘവ് ചദ്ദ എന്ന് പറയുന്ന AAP-യുടെ ആളിനും കൊടുത്തില്ലേ ആ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ? അങ്ങനെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഹുമയൂൺ കബീർ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സമൂഹത്തോട്, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട സമൂഹത്തോട് പറയാണ്, ഞങ്ങളിപ്പോൾ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് വരുന്നവനൊന്നും മനുഷ്യരെ ശരിയാക്കാനല്ല ഉദ്ദേശം. ഈ ശരിപ്പെടുത്തുന്നതിലൂടെ, നമ്മളെ കറി വെക്കുന്നതിലൂടെ രുചികരമായി അവൻ്റെ ഭക്ഷണം അത് ഭംഗിയായി ആസ്വദിക്കാനും അത് അനുഭവിക്കാനും വേണ്ടിയാണ് ഈ തന്ത്രങ്ങൾ ഇറക്കുന്നത്. ഹുമയൂൺ കബീർ റോസ്റ്റ് അതാണ് പറയുന്നത്.